യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലരും തമ്പനെയിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറില്ല. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് തമ്പനെയിലൂടെ കൊടുത്തുകൊണ്ടാണ് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ചിൽ നിന്നുള്ള വ്യൂസ് കൂടെ ആ ഷോർട്ട് വീഡിയോയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂട്യൂബ് ഷോർട്ട് വീഡിയോസിൽ തമ്പനെയിൽ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് യൂട്യൂബ് ഷോർട്ട് വീഡിയോസിൽ തമ്പനെയിൽ ആഡ് ചെയ്യുന്നത്? അതായത് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിലായിട്ട് നമ്മൾ ആ തമ്പനെയിൽ ഏതാണോ കൊടുക്കേണ്ടത് അത് ആഡ് ചെയ്തുകൊണ്ട് ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ അത് ആഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യും, തമ്പനെയിൽ സെക്ഷനിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് അത് തമ്പനെയിലായിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ രീതിയിലല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ യൂട്യൂബ് ഷോർട്സിൽ തമ്പനെയിൽ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ആക്കുക. ക്രിയേറ്റർ സ്റ്റുഡിയോ അല്ല, നമ്മൾ സാധാരണ യൂട്യൂബ് വീഡിയോകൾ കാണാനായിട്ട് എടുക്കുന്ന യൂട്യൂബ് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് അതിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ആഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ സെലക്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഏത് തമ്പനെയിലാണോ ആ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് അതുകൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വീഡിയോയും തമ്പനെയിലും സെലക്ട് ചെയ്ത് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സ്കിപ്പിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്ന് വീഡിയോയും പിന്നെ നമ്മൾ ആഡ് ചെയ്ത തമ്പനെയിലുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ തമ്പനെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പം ഇതേപോലെ 2 ഓപ്ഷനായിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ജസ്റ്റ് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ വീഡിയോ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കോപ്പി ചെയ്യുന്നു, ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലേക്ക് വരുന്നു, അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഒന്ന് ടൈറ്റിൽ മാത്രമായിട്ട് കോപ്പി ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ടൈറ്റിൽ കൊണ്ടുവന്നിട്ട് അതും പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഹാഷ്ടാഗും എല്ലാം തന്നെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പെൻ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പെന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു ഇന്റർഫേസ്, സാധാരണ നമ്മൾ തമ്പനെയിൽ ആഡ് ചെയ്യുന്ന ആ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നമ്മുടെ വീഡിയോയ്ക്കുള്ളിൽ ഏത് സീൻ വേണമെങ്കിലും നമുക്ക് തമ്പനെയിലായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് തമ്പനെയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ സെക്കൻഡ് ഒരു ഇമേജ് മുമ്പ് ആഡ് ചെയ്തല്ലോ, ആ ഒരു ഇമേജ് ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ അതിവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത തമ്പനെയിൽ ഇമേജ് ഇവിടെ വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇവിടെ ഒന്ന് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ഞാൻ പബ്ലിക്കായിട്ടാണ് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് അപ്ലോഡ് ആകുകയും അത് പബ്ലിക് ആകുകയും ചെയ്യും. നമ്മുടെ വീഡിയോയ്ക്കുള്ളിൽ തമ്പനെയിൽ ഇനി ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുക. ആ തമ്പനെയിൽ നമ്മുടെ ഷോർട്ട് വീഡിയോയിലേക്ക് ഈ രീതിയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു തമ്പനെയിൽ ആഡ് ചെയ്തിരുന്നു. ആ ഒരു തമ്പനെയിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇനി യൂട്യൂബ് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തമ്പനെയിൽ ആഡ് ചെയ്യുക. അതിന്റെ പ്രയോജനം വരുന്നത് SEO ഒപ്റ്റിമൈസേഷനിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യും. സെർച്ചിൽ നിന്നൊക്കെയുള്ള വ്യൂ നമ്മുടെ ഷോർട്ട് വീഡിയോസിലേക്ക് വരാനുള്ള സാധ്യത വർദ്ധിക്കും. അത് മാത്രമല്ല ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ ഈ രീതിയിൽ പ്രോപ്പർ തമ്പനെയിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ പ്രൊഫൈലിൽ ഒരാൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കുറേ തമ്പനെയിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പേജിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ലുക്ക് ലഭിക്കുകയും അപ്പോൾ നമ്മളുടെ പേജിന്റെ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ വർക്ക് കുറച്ചുകൂടി ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോകളും തമ്പനെയിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു കാര്യം ഇങ്ങനെ തമ്പനെയിൽ ആഡ് ചെയ്യാമെന്നുള്ള കാര്യം അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ കാണും. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.